നമസ്കാരം. ഒരു നിമിഷം പോലും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കർമ്മം ചെയ്യാതെ നമ്മൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. പക്ഷേ നമ്മുടെ പ്രശ്നം, നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ആ പ്രവൃത്തിയുമായി ഒന്നുകിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്നു, രാഗം, അല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്യപ്പെടുന്നു, വേർഷൻ, വെറുപ്പ്. അതായത് ഒന്നുകിൽ അമിതമായ ആസക്തിയോടെ നമ്മൾ ആ കർമ്മം ചെയ്യുന്നു, അല്ലെങ്കിൽ അമിതമായ വെറുപ്പോടെ നമ്മളെ ആ കർമ്മം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ മനസ്സിന് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകാനത് കാരണമാകുന്നു. നമ്മൾക്ക് എങ്ങനെ അത് ഒഴിവാക്കാം? ഭഗവത്ഗീതയിൽ 2-ാമത്തെ അധ്യായം 64-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേ വിധേയാത്മാ പ്രസാദമതി ഗച്ഛതി. അതായത് നിങ്ങൾ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോ, എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്തോ. കാരണം നമുക്ക് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് മറ്റൊക്കെ നിരവധി വർക്ക്, അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് ആയാലും വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാം ചെയ്തോ. രാഗദ്വേഷവിയുക്തൈസ്തു, അതിനോട് രാഗവും വേണ്ട ദ്വേഷവും വേണ്ട. വിഷയാനിന്ദ്രിയൈശ്ചരൻ, ഏത് വിഷയങ്ങൾ ചെയ്യുമ്പോഴും അതിനോട് രാഗമോ ദ്വേഷമോ വേണ്ട. വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേ വിധേയാത്മാ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് സ്വമ്മിൽ സ്ഥിതി ചെയ്യും. നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മബോധത്തിൽ തന്നെ സ്ഥിതി ചെയ്യും. അങ്ങനെയാണെങ്കിൽ പ്രസാദമതി ഗച്ഛതി, അങ്ങനെയുള്ളവർ എപ്പോഴും ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മൾ പാചകം ചെയ്യുമ്പോഴായാലും ശരി, നമ്മൾ അതിനോട് അമിതമായ അറ്റാച്ച്മെൻറ്റോ ഡിറ്റാച്ച്മെൻറ്റോ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഏതൊരു ജോലി ആയാലും ശരി, നമ്മൾ അറ്റാച്ച്മെൻറ്റോ ഡിറ്റാച്ച്മെൻറ്റോ ഉണ്ടാകുമ്പോൾ അവിടെ മനസ്സിന് അസ്വസ്ഥതയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുത്താൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. അതേ ഉള്ളൂ സ്ഥിരമായ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ സ്വമ്മിൽ നമ്മുടെ മനസ്സിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥതയായി, നമ്മളെപ്പോഴും ഹാപ്പിയായി. അപ്പോഴെല്ലാവരും അറ്റാച്ച്മെൻറ്റും ഡിറ്റാച്ച്മെൻറ്റും ഒഴിവാക്കിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.